നമ്മൾ 2 ബോട്ടിലുകളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചുള്ള ഒരു പരീക്ഷണമാണ് ഉമ്മർക്ക് തെളിയിക്കാൻ പോകുന്നത്. അല്ല ഉമ്മർക്ക് എന്താണ് ഈ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണേ? കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ അത് കനുണ്ടാക്കാൻ വേണ്ടിട്ടേ. 2 വളയുണ്ട്, ഒരു കല്ലുണ്ട്, ഒരു കൈക്കോട്ടുണ്ട്. അപ്പൊ എന്താന്നല്ലേ 3 കുഴി കുത്തിയിട്ടാണ് അടുത്ത പരീക്ഷണം. അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം, ജസ്നയാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തെത്തിയിട്ടുള്ളത്. കാരണം ഉമ്മർക്ക എന്ന് പറയുന്ന ആള് നമ്മുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ തുടർന്ന് കാണിച്ചു തരാം. അപ്പോൾ ഉമ്മർക്ക കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളും രേഖപ്പെടുത്തുക. കാരണം ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എന്തൊക്കെയാണ് ഉമ്മർക്ക കാണിക്കാൻ പോകുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഉമ്മർക്ക് കാണിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ വെല്ലുവിളി ഉമ്മർക്കയോട് നമ്മൾ പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ വെല്ലുവിളി മൂപ്പര് പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നത് അവർ 2 ഓലയാണ് കേട്ടോ. ഈ 2 ഓല കൊണ്ട് ഉമ്മർക്ക് ഒരു അത്ഭുതം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ. അപ്പൊ ഉമ്മർക്ക് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ് സുഖം. ഇതാ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് നിങ്ങളൊന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 2 ഓല കൊണ്ട് നിങ്ങൾ വെള്ളം കണ്ടുപിടിച്ച് കാണിച്ചു തരുന്ന പറഞ്ഞാൽ ഏത് പറമ്പിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഉറപ്പല്ലേ? അപ്പൊ ആ വെല്ലുവിളി ഉമ്മർക്ക് ധൈര്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്താണ് ഉമ്മർക്ക് കാണിക്കാൻ പോകുന്നതെന്നുള്ളത്. അല്ല ഉമ്മർക്ക് എന്താണ് ഈ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണേ? കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ അത് കനുണ്ടാക്കാൻ വേണ്ടിട്ടേ. അതിനാണ് ഈ പരിപാടി. എന്താന്നില്ലത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ കൂട്ടുകാരെ ശ്രദ്ധിച്ച് കണ്ടോളിട്ടോ. പിന്നെ എന്റെ പേർക്ക് പൊങ്കാലിടാൻ വരരുത്. അപ്പൊ ഉമ്മർക്ക് ചെയ്യുന്ന ഈ പരിപാടികൾ എന്തൊക്കെയാന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഉമ്മർക്ക് ഇപ്പൊ ഇതൊക്കെ കെട്ടിക്കൂട്ടി വെച്ചല്ലോ. ഇതിപ്പോ എങ്ങനെയാണ് ഞാൻ നമുക്ക് വെള്ളം ഉണ്ടോ? ഇവിടുന്ന് പൊന്തിക്കാൻ കഴിയൂല. എങ്ങനെ ഇതായാലും പൊന്തിക്കാൻ കഴിയൂല. വെള്ളം എല്ലാ സ്ഥലത്തേക്ക് എത്തുമ്പോ മാത്രമേ ഇത് പൊന്തുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് നല്ലൊരു ഉണങ്ങിയ പറമ്പാണ്. അപ്പൊ ഈ പറമ്പിലാണ് ഉമ്മർക്ക് അത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇതുവരെ വെള്ളമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല. ഇവിടെയാണ് ഇപ്പൊ വെള്ളമില്ലേ? അപ്പൊ ഇവിടെ മാത്രമേ ഇത് പൊങ്ങിക്കുള്ളൂ? അവിടെ മാത്രമേ പൊങ്ങിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെയോ കുറച്ച് ഇപ്പുറത്തൊക്കെ നോക്കുമ്പോ ഞാൻ കണ്ണ് ചിമ്പിങ്ങാണ്ടാ വരുന്നേ. നിങ്ങൾ കണ്ണടച്ച് കണ്ടോ നോക്കി നോക്കാം നമുക്ക്. ഇനി വേറെ വിധത്തിലും നോക്കാം. ഒരു ഇറുക്കിളി കഷ്ണം ഉണ്ടെങ്കിലും അറിയാൻ പറ്റുമോ? ഒരു ഇറുക്കിളി കഷ്ണം ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. ഈ കനല്ലാത്ത ഭാഗമാണ് ആ പൊന്തുന്നത് കേട്ടോ. ഇത് എങ്ങനെയാ ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ അവിടെ ആ ഒരു മാറ്റം വരുന്നത്? അതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാ? ഇവിടെ പാറന്റെ മുകളിലാണ് വെള്ളമുള്ളത്. പാറുണ്ട്, കോയൽ കിണറിനുള്ള സ്ഥാനമാണിത്. ഇവിടെ കോയൽ കിണറാണ്? അവിടെ കോയൽ കിണറേ പറ്റുള്ളൂ. കണ്ടോ, കറക്റ്റ് ആ പോയിന്റിൽ എത്തുമ്പോ പൊന്തും. ഇവിടെ ഒന്നും ചെയ്യണമെന്നില്ല. ഞാനൊന്നും ചെയ്യണില്ല. ആ ഓല പിരിഞ്ഞിങ്ങനെ വരുന്നുണ്ടല്ലേ നിങ്ങള്? അതെ, ഓല പിരിയണുണ്ടല്ലേ? ഞാനൊന്നും ചെയ്യണില്ല. ആ പോയിന്റ് കഴിഞ്ഞാൽ പിടിച്ചാൽ മാത്രമേ ആവുള്ളൂ. അത് രക്തത്തിൽ പടച്ച റബ്ബ് ഒരു കഴിവ് കൊടുത്തേക്കണേ. ആ കഴിവ് കൊടുത്ത ആൾക്കാർ മാത്രം പൊന്തുള്ളൂ.
ശരിക്കും എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ വീഡിയോ കാണാൻ നിങ്ങൾ എന്താ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉമ്മർക്ക ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഇതുകൊണ്ട് സ്ഥാനം നോക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. ഞാൻ കാണിച്ചു തരാം, ആരുണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോളി. കാണിച്ചു കൊടുക്കും, കാണിച്ചു തരും. വെള്ളം എവിടെയാണ് കുഴിച്ചാ കാണുക എന്നുള്ളത്. അവിടെ കുഴൽ കിണറാണോ സാധാ കിണറാണോന്നില്ല ഞാൻ പറഞ്ഞു, അതും അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പൊ ഏതാ വേണ്ടത്? ഇവിടെ കുഴലാണ്. ഇവിടെ കുഴലേ കിട്ടുള്ളൂ. ഈർക്കിളി പിരിഞ്ഞാണ് പൊന്തണത്, കണ്ടോ. ഞാൻ മുന്നിക്ക് വരുമ്പോ ആ ഈർക്കിളി എത്ര ശക്തിയിൽ വരുന്നേ. ഇവിടെ നോക്ക്, ഉമ്മർക്ക് ഈ ഓലല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ സ്ഥാനം നോക്കാൻ പറ്റും നിങ്ങൾക്ക്? കോപ്പർ, തെങ്ങിന്റെ പട്ട, പുളിന്റെ കൊമ്പ്, കമ്പ്യൂട്ടർ. ഈ നാളികേരൊക്കെ നാളികേരം കൊണ്ട് ഞാൻ നോക്കലില്ല. ഇതിപ്പോ എങ്ങനെയാണ് കറങ്ങുന്നത്? ഇത് കറങ്ങില്ല, വെള്ളമുള്ള സ്ഥലത്ത് കറങ്ങും. നിങ്ങൾ കറക്കില്ല? അല്ല, ഞാൻ കറക്കല്ല. ഇത് വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ മാറിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നു. അത് ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മാത്രമേ കറങ്ങുള്ളൂ. നോക്കട്ടെ. ഇതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് കരുതുന്നോ, ഇത് കറക്കണെന്ന് കരുതും. പക്ഷെ കറക്കല്ല, താനെ കറങ്ങണം. താനെ കറങ്ങണം. അപ്പൊ ഇത് വേറൊരാൾ പിടിച്ചാലോ? ഇത് പിടിച്ചു നോക്കിയാൽ ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മാത്രമേ ഇത് കറങ്ങുള്ളൂ. ഇത് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ കിണറിന് സ്ഥാനം നോക്കിനെ ഇങ്ങനെ സ്വർണ്ണമാല ഉപയോഗിച്ച് കണ്ടായിരുന്നു. സ്വർണ്ണമാല ഉപയോഗിച്ചിട്ടോ? ഇങ്ങനെ സ്വർണ്ണമാല ഉപയോഗിച്ച് കണ്ടായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ നോക്കിയത്. ഇപ്പൊ എവിടെയാണ് വെള്ളം ഉള്ളത്? അവിടെ മാത്രമേ ഉള്ളൂ, കിട്ടില്ല. കേട്ടില്ല. അപ്പൊ അവിടെയൊക്കെ നോക്കിയാലോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇല്ല. അതെ, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിക്കുമ്പോഴും ഞാൻ പിടിക്കുമ്പോഴും കറങ്ങുന്നതും കറങ്ങാത്തതും എന്താണ്? അതാണ് രക്തത്തില് പടച്ചോനൊരു കഴിവ് എന്ന ആൾക്കാർക്ക് മാത്രമേ അത് കറങ്ങുള്ളൂ. അപ്പൊ ഞാൻ പിടിച്ചാൽ ഇത് കറങ്ങൂല. ഇനി അത് ഇപ്പോഴത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച്, ആധുനിക മെഷീൻ ഉപയോഗിച്ചിട്ട് അതേ സ്ഥാനം നമ്മൾ ഇതുകൊണ്ടൊന്ന് നോക്കി നോക്കുകയാണ്, കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വെല്ലുവിളിയാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഉമ്മർക്ക് പറയുന്നത് ആ കാണിച്ച സ്ഥലത്ത് തന്നെ ഈ മെഷീൻ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, പറമ്പിലൂടെ ഒന്ന് ഉപരെ കൊണ്ടുപോയി നോക്കാം. വരി. ഇവിടെയാണോ ആദ്യം കാണിച്ചെന്ന അതേ സ്ഥലം തന്നെ? അപ്പൊ വെള്ളമുള്ള സ്ഥലം ഇങ്ങനെ കറങ്ങും. പിന്നെ നല്ല തെളിവില്ല വെള്ളമാണ്, കറ പിടിക്കണ വെള്ളമല്ല. അതൊക്കെ നമുക്ക് മുന്നേ കൂട്ടി പറഞ്ഞുതരാൻ കഴിയും. അതൊക്കെ നിങ്ങൾ പറയൂ? പറയും. അപ്പൊ ഇവിടെ ഇപ്പൊ എങ്ങനത്തെ വെള്ളമാണുള്ളത്? നല്ല തെളിവില്ല വെള്ളമാണ്. ഏകദേശം എത്ര ആഴം വേണം കിണർ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇവിടെ ഏകദേശം ഒരു 20 റിങ് വരും. 20 റിങ്ങിന്റെ കിണർ. പാറ ഉണ്ടോ? പാറ, വെള്ളത്തിന്റെ അടിയിൽ പാറ ഉണ്ട്. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ പാറ ഈ ഭാഗത്ത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇതാ 2 വളയുണ്ട്, ഒരു കല്ലുണ്ട്, ഒരു കൈക്കോട്ടുണ്ട്. അപ്പോൾ എന്താണെന്നല്ലേ 3 കുഴി കുത്തിയിട്ടാണ് അടുത്ത പരീക്ഷണം. അപ്പോൾ ഉമ്മർക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 3 കുഴി കുത്തിയിട്ട് ഇത് ഓരോന്നിലും നമ്മൾ ചെയ്യുന്നത് മൂപ്പര് കാണാതെ പറഞ്ഞു തരുന്നതാണ്. ഒന്ന്, ഈ വളയുടെ മേലെ കല്ല് വെച്ച കുഴി വേർതിരിച്ച് പറയും, കല്ലില്ലാതെ വെച്ച വള വേർതിരിച്ച് പറയും, അതുപോലെ ഇല്ലാത്ത വളയൊന്നും വെക്കാത്ത കുഴിയും വേർതിരിച്ച് പറഞ്ഞു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഈ പറമ്പിൽ 3 ചെറിയ കുഴികൾ എടുത്തിട്ടുണ്ട്. ഉമ്മർക്കാനതാ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ ആളില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആരും ഉണ്ടെന്ന് വിചാരിക്കേണ്ട, സത്യസന്ധമായിട്ടാണ് കേട്ടോ ഈ വർക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3 കുഴി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ആ 3 കുഴികൾ. അപ്പോൾ ഇനി നമുക്കിത് ഈ വളയും കല്ലും വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. അത് എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 3ാമത്തെ കുഴി 1, 2, 3 ഈ 3ാമത്തെ കുഴിയിൽ നമ്മൾ ഒരു വള വെച്ചിട്ടുണ്ട്. ഈ വളയുടെ മേലെ ഒരു കല്ല് വെക്കാം കേട്ടോ. ഇതിൽ നമുക്കൊന്നും വെക്കണ്ട. ഇതിൽ നമ്മൾ വെറും വള വെക്കുന്നു. ഇനി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാം. വാ. അപ്പോൾ നമ്മൾ ഈ 3 കുഴികളും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉമ്മർക്കനെ വിളിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മൂപ്പര് ആ വ്യത്യാസം നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് കാണാം. ഓക്കെ, ശരിയാവോ തെറ്റാവോ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ പോവുകയാണ്. ഉമ്മർക്ക, ഞങ്ങൾ 3 കുഴി എടുത്തിട്ട് 3 കുഴിയിൽ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഏതിലാണ് വള മാത്രം ഉള്ളത്, ഏതിലാണ് വളയുടെ മുകളിൽ കല്ല് വെച്ചത്, ഏത് കുഴിയിലാണ് ഒന്നും ഇല്ലാത്തത്, ഈ 3 സാധനം നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. കുഴി എവിടെയെന്നുള്ള കാണിച്ചു തരതാ. ഇതാണ് 1 ഒരു കുഴി, ഇതാണ് 2ാമത്തെ കുഴി, ഇതാണ് 3ാമത്തെ കുഴി.